റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക 100 കോടി രൂപ കവിഞ്ഞതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഏതാണ്ട് കാലിയായി തുടങ്ങി. ജനുവരി മാസം 1-ാം തീയതി മുതൽ കരാറുകാർ വിതരണം നടത്തിയിട്ടില്ല. 80% കടകളിലും സാധനങ്ങൾ തീർന്നതായി റേഷൻ വ്യാപാരികൾ പറയുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരും. അഭിജിത്ത്, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ കടയിൽ സാധനങ്ങളില്ലെങ്കിൽ? പറയൂ. SKN ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ഈ ജനുവരി 1 മുതൽ ഈ കരാറുകാർ സമരത്തിലാണ്. ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരാണ് ജനുവരി 1 മുതൽ പണിമുടക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മുതലുള്ള തുക ഇവർക്ക് കുടിശ്ശികയാണ്. അത് ഏതാണ്ട് 100 കോടിയോളം വരും. ഈ തുക ലഭിക്കാതെ തങ്ങൾ ഈ വിതരണവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടെടുക്കുകയും തുടർന്ന് അവർ സമരം ആരംഭിക്കുകയും ചെയ്തതാണ്. നിലവിൽ ഏതാണ്ട് ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ മാത്രമാണ് പല റേഷൻ കടകളിലും ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് തീരുന്നു. അങ്ങനെയെങ്കിൽ റേഷൻ കടകളിലേക്ക് എത്തുന്നവർക്ക് സാധനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം വരും. ഈ കരാറുകാരുടെ സമരം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏതാണ്ട് 4ഓളം തവണ ഇവർക്കിങ്ങനെ ഈ തങ്ങളുടെ തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധിയായ മറ്റ് കാരണങ്ങളും ഈ റേഷൻ കടകളുമായി ബന്ധപ്പെട്ടുണ്ട്. അടിക്കടി ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാകുന്നത്, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ റേഷൻ കടകളെ ബാധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ വാതിൽപ്പടി വിതരണം ചെയ്യുന്ന കരാറുകാരുടെ സമരം വരുന്നതും ഈ ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്ക് തീരാൻ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതാണ്ട് ഒരാഴ്ചക്കകം പല റേഷൻ കടകളും ശൂന്യമായി മാറും. അങ്ങനെയെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഏതായാലും ഇതിലൊരു സമവായം ഉണ്ടാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ അത്തരമൊരു ചർച്ച നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഈ റേഷൻ കടക്കാർക്കുണ്ട്, ഒപ്പം തന്നെ വിതരണക്കാർക്കുമുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം, ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. SKN. താങ്ക് യു.